أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا برق البصر وخسف القمر وجمع الشمس والقمر يقول الإنسان يومئذ أين المفر كلا لا وزر إلى ربك يومئذ المستقر ينبأ الإنسان يومئذ بما قدم وأخر بل الإنسان على نفسه بصيرة ولو ألقى معاذيره صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖിയാമയുടെ 7 മുതൽ 15 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ഒപ്പം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ സമയം കണ്ടെത്തി സാവധാനത്തിൽ അതിൻ്റെ വാക്കർത്ഥവും അതിൻ്റെ ആശയവുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ബരിഖൽ ബസർ. ഫൈദ ബരിഖ, മഞ്ഞളിച്ചു പോകുമ്പോൾ, അൽ ബസർ, കാഴ്ചശക്തി അല്ലെങ്കിൽ കണ്ണുകൾ മഞ്ഞളിച്ചു പോകുമ്പോൾ, വഖസഫൽ ഖമർ, ചന്ദ്രൻ പ്രകാശം നീങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ വിളറിപ്പോകുമ്പോൾ, വജുമിയ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, ജുമിയ ശംസു, സൂര്യൻ ഒരുമിച്ച് കൂടപ്പെടുമ്പോൾ, വൽ ഖമർ, ചന്ദ്രനും. യഖൂലുൽ ഇൻസാനു, അപ്പോൾ മനുഷ്യൻ പറയും, യൗമൈദിൻ, അന്നത്തെ ദിവസം, ഐനൽ മഫർ, എവിടെയാണ് പോയൊളിക്കുക, എവിടെയാണ് ഓടി രക്ഷപ്പെടുക എന്ന് മനുഷ്യനെന്ന് ചോദിക്കും. കല്ല, വേണ്ട, ലാ വസർ, അങ്ങനെ ഒരഭയസ്ഥാനമില്ല, ഒരു സുരക്ഷിതമായ സ്ഥലം ഇല്ല. ഇലാ റബ്ബിക, നിൻ്റെ റബ്ബിങ്കലേക്കാണ് യൗമൈദിൻ, അന്നത്തെ ദിവസം, അൽ മുസ്തഖർ, അഭയസ്ഥാനം അല്ലെങ്കിൽ മടക്കസ്ഥാനം. നിൻ്റെ രക്ഷിതാവിലേക്ക് മാത്രമേ ഒരഭയസ്ഥാനമുള്ളൂ. യുനബ്ബ ഉൽ ഇൻസാനു, മനുഷ്യന് ആ സമയത്ത് അറിവ് കിട്ടും. യുനബ്ബ ഉൽ ഇൻസാനു, മനുഷ്യൻ അന്നേരം അറിയും, യൗമൈദിൻ, അന്നത്തെ ദിവസം, ബിമാ ഖദ്ദമ, അവൻ മുൻകൂട്ടി ചെയ്ത കാര്യങ്ങൾ, നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ, വഅഖറ, ചെയ്യാതെ മാറ്റി നിർത്തിയ കാര്യങ്ങളും. മനുഷ്യൻ ചെയ്തതും ചെയ്യാതെ മാറ്റി നിർത്തിയ കാര്യങ്ങളും അന്നേരം മനുഷ്യന് അതിനെ സംബന്ധിച്ച് അറിവ് ലഭിക്കും. ബൽ, എന്നാൽ, അൽ ഇൻസാനു, മനുഷ്യൻ, ബലിൽ ഇൻസാനു, എന്നാൽ മനുഷ്യൻ, അലാ നഫ്സിഹി, അവനെപ്പറ്റി, തന്നെപ്പറ്റി, ബസീറ, നല്ല അറിവുള്ളവനാണ്. മനുഷ്യന് തന്നെ അവനെപ്പറ്റി കൃത്യമായ അറിവുണ്ട്. വലൗ അൽഖാ മആദീറ, വലൗ അൽഖ, അവൻ ഇട്ടാലും, മആദീറ, ഒരുപാട് ന്യായങ്ങൾ, അവൻ ഒരുപാട് ന്യായങ്ങൾ നിരത്തിയാലും മനുഷ്യന് തന്നെ അറിയാം അവന് അതിൻ്റേതായ കൺകാഴ്ച അവനുണ്ട് എന്നർത്ഥം.
യസ് അലു അയ്യാന യൗമുൽ ഖിയാമ. എപ്പോഴാണ് ലോകാവസാനമെന്ന് പരിഹസിക്കുന്ന മനുഷ്യർ അവരെ പറ്റിയായിരുന്നു പറഞ്ഞു വെച്ചത്. ഇവിടെ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ പറയണം. ഫൈദാ ബരിഖൽ ബസർ വഹസഫൽ ഖമർ വജുമിഅ ശംസു വൽ ഖമർ. കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും, അഥവാ കണ്ണ് മഞ്ഞളിക്കും. മരിക്കാനാകുമ്പോഴും ഭീകരമായ ദൃശ്യങ്ങൾ കാണുമ്പോഴും അതേപോലെ ലോകം അവസാനിക്കുമ്പോഴുമൊക്കെ മനുഷ്യനാകെ ഭയപ്പാടിൽ കണ്ണിൻ്റെ കാഴ്ച കൃത്യത നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ ചന്ദ്രൻ, പ്രകാശിക്കുന്ന ചന്ദ്രൻ പ്രകാശം അറ്റുപോകും, ഗ്രഹണം ബാധിച്ചതുപോലെ ആയിത്തീരും. ചന്ദ്രൻ്റെ പ്രകാശം കാണാനേ പറ്റാത്ത അവസ്ഥയിലെത്തും. മറ്റൊന്ന്, സൂര്യനും ചന്ദ്രനും ഒരുമിക്കും. സൂര്യനും ചന്ദ്രനും ഒരിക്കലും ഒരുമിക്കാത്ത രണ്ട് ഗോളങ്ങളാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം വാങ്ങിയിട്ടാണ് ചന്ദ്രൻ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നത്. ഈ അവസ്ഥ മാറിയിട്ട് ലോകം അവസാനിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും അവയുടെ സാധാരണ സ്വഭാവം മാറ്റിവെച്ച് രണ്ടും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്കെത്തും. അതെങ്ങനെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതിന് പ്രകാശം നൽകിയ അള്ളാഹു വിചാരിച്ചാൽ ആ സംഗതി അങ്ങനെ തന്നെ നടക്കുന്നതാണ് എന്നർത്ഥം. ആ സമയത്ത് മനുഷ്യന് ആകെക്കൂടി വെപ്രാളപ്പെട്ട് എവിടേക്ക് പോകണം എന്ന നിലയിൽ നിൽക്കുമ്പോൾ അള്ളാഹു പറയുന്നു, ലാ കല്ല, വേണ്ട, ലാ വസർ, ഒരു സ്ഥലത്തേക്കും പോയി രക്ഷപ്പെടാനില്ല. ലോകാവസാനമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മരണമാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധ്യമല്ല. ഭീകരമായ പരീക്ഷണങ്ങളാണ് അള്ളാഹു ഇതിലൂടെ നൽകുന്നതെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യനൊരു വഴിയില്ല. ഇലാ റബ്ബിക യൗമൈദിനിൽ മുസ്തഖർ. അന്നത്തെ ദിവസം, പ്രത്യേകിച്ച് ലോകാവസാനത്തിൻ്റെ ദിവസം, അള്ളാഹുവിലേക്ക് മാത്രമേ ഒരു അഭയസ്ഥാനമുള്ളൂ. അള്ളാഹു വിചാരിച്ച സ്ഥലത്തേക്കല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ ഇല്ല എന്നർത്ഥം. പടച്ചവൻ്റെ അടുക്കലേക്ക് മാത്രമേ വഴിയുള്ളൂ. മറ്റെവിടെയും അവർക്ക് അഭയമില്ല, മറ്റാരെയും ആശ്രയിക്കാനില്ല. യുനബൗൽ ഇൻസാൻ, മനുഷ്യന് അന്ന് വിവരം കിട്ടും. യുനബൗൽ ഇൻസാൻ യൗമൈദിൻ, അന്നേ ദിവസം മനുഷ്യന് വിവരമുണ്ടാകും, അവന് അറിയിപ്പുണ്ടാകും, അറിയും. ബിമാ ഖദ്ദമ വഅഖർ, എന്തൊക്കെയാണ് താൻ മുൻകൂട്ടി ചെയ്തു വെച്ചത്, എന്തൊക്കെ നന്മകളാണ് ഞാൻ ചെയ്തിരുന്നത്, എന്തൊക്കെ നന്മകളാണ് ഞാൻ ചെയ്യാതെ മാറ്റിവെച്ചത്, എന്തൊക്കെ ചീത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്, ഏതൊക്കെ ചീത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യാതെ മാറ്റിവെച്ചത്. ഇങ്ങനെ സക്കാത്ത് സദക്ക പോലുള്ള സമ്പത്ത് കൊണ്ടുള്ള എന്തെല്ലാം നന്മകൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, എത്ര ആളുകൾക്ക് ഞാൻ സമ്പത്ത് നൽകിയിട്ടുണ്ട്, നൽകാതെ വെച്ച വിഭവങ്ങൾ, സമ്പത്ത് എത്ര എനിക്കുണ്ട്, ഇതിനെപ്പറ്റിയെല്ലാം യൗമൈദിൻ, അന്നത്തെ ദിവസം, യുനബ്ബഉൽ ഇൻസാൻ, മനുഷ്യന് വിവരം ഉണ്ടാവും. മനുഷ്യൻ അന്ന് അതിനെ സംബന്ധിച്ച് യുനബ്ബഉൽ ഇൻസാനു യൗമൈദിൻ ബിമാ ഖദ്ദമ വഅഖർ, ചെയ്തു വെച്ച എല്ലാറ്റിനെ പറ്റിയും ചെയ്യാതെ മാറ്റി വെച്ച എല്ലാറ്റിനെ പറ്റിയും അന്ന് മനുഷ്യന് അറിവുണ്ടാകും. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകം പഠിക്കേണ്ടതില്ല. കാരണം അവന് തന്നെ, ഓരോ മനുഷ്യനും തന്നെക്കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൻ്റെ അവയവങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ തൻ്റെ ചെയ്തികളെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ട് അവന് അറിവുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ മനുഷ്യനെ തൻ്റെ കർമ്മങ്ങളെ സംബന്ധിച്ച് അറിയിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ സൂക്തത്തിൽ തന്നെ അവൻ തന്നെ തൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണെന്നും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യന് തന്നെ അറിയാം തനിക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നതിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, ഒക്കെ ആ മനുഷ്യന് തന്നെ അറിയാം. മനുഷ്യൻ ന്യായവാദങ്ങൾ നിരത്താറുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയല്ല ഒക്കെ. അതൊക്കെ മറ്റുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ആണെന്നല്ലാതെ അവനതിനെപ്പറ്റി യാതൊരു അറിവുകളുമില്ല എന്നർത്ഥം. വലവുൽക്കാമാതിറ, അവൻ ഒരുപാട് എതിറുകൾ, ഒരുപാട് ന്യായവാദങ്ങൾ അവൻ നിരത്തിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ
ആ മനുഷ്യന് തന്നെ അറിയാം എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ടാത്ത എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യേണ്ട എന്തൊക്കെ മാറ്റി വച്ചിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യനറിയാമെന്നർത്ഥം. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ അവസാനമെത്തുന്നതിന് മുമ്പാണ്. അവസാനമെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ചെയ്യാനില്ല. മരണമെത്തിക്കഴിഞ്ഞാലും ചെയ്യാനില്ല, ലോകാവസാനം എത്തിക്കഴിഞ്ഞാലും ചെയ്യാനില്ല. അതിന് മുമ്പ് നമ്മുടെ അവസാനം എപ്പോഴാണോ അതെപ്പോഴാണ് നമുക്കറിയാത്തത് കൊണ്ട് ഏറെ പണിപ്പെട്ടുകൊണ്ട് നന്മയുടെ തുലാസ് ഭദ്രമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.